Welcome to English class. Today I am going to teach you English of the Standard 6, Section 2, The Blossom Tree. Text it is a section 2, that is a blossom tree adapted from a Tibetan folk tale. This lesson was taken from or adapted from a Tibetan folk tale, The Blossom Tree. You also take a test, The Blossom Tree. Can you see this one? This. Long ago, in the city of Benares, there once lived a great king, and his name was King Brahmadatta. It's a story of a long period. The story takes place in Benares, and there lived a king. His name is Brahmadatta. He was loved by all the people in Benares, for instead of taxing people or making war, King Brahmadatta loved to garden. Then what is quality? He loved all the people in Benares. അദ്ദേഹം എന്താണ് ബനാറസിലെ രാജാവാണ്. പക്ഷേ ബനാറസിലെ ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. What he do? Instead of taxing people, making war, King Brahmadatta loved to garden. അതായത് സാധാരണ രാജാക്കന്മാരെല്ലാം എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ മേൽ നികുതി ഏർപ്പെടുത്തും. പക്ഷെ ഇതിനൊക്കെ പകരം ബ്രഹ്മദത്തൻ എന്ത് ചെയ്തു? ഹി ലവ് garden also. He loved the people, and he also loved to make garden, and for all the plants and trees in the city, his favorite was blossom tree. അപ്പോൾ എന്താണ്, ഒരുപാട് ട്രീസ് അദ്ദേഹത്തിൻ്റെ ഗാർഡനിലുണ്ട്. അതിലേറ്റവും അദ്ദേഹത്തിൻ്റെ ഫേവറിറ്റ് ട്രീ ഏതാണ്? ബ്ലോസം ട്രീ. Can you see this picture in your test also? The picture of the blossom tree. Can you see this one? Blossom tree. There so many trees are there, and in the midst there lie this blossom tree. The king loved this tree. So it was said that even when Benares was but a small village by the river, the blossom tree was already an ancient plant. അതെന്താണ് പറയപ്പെടുന്നത്? It is a small village in the near a sea, or not sea, near the river. The blossom tree was an ancient plant. പണ്ടല്ലേ ഒരുപാട് പഴക്കം ചെന്ന ഒരു മരമാണത്. Some people believed that the blossom tree's roots went so deep that they went to the realm of the demons. Some people says that blossom tree's roots went deep. അതായത് അതിൻ്റെ റൂട്ട് ഒരുപാട് താഴ്ചയിലേക്ക് പോകും. Some says that it reached in the demons also. അതായത് it's a demons here means evil spirit അല്ലേ? the realm of the evil spirit, അല്ലെങ്കിൽ നമ്മൾ പറയും പാതാളത്തിലേക്ക് അല്ലേ? ഈവിൾ സ്പിരിറ്റ് ആ ലോകം വരെ ചെല്ലുമെന്നൊക്കെ, അതായത് പാതാളം വരെ എത്തുന്നു. അതേഴ്സ് ബിലീവ്ഡ് ദാറ്റ് ബ്ലോസം ട്രീസ് ഗ്രേറ്റ് ബോസ് ടച്ച് ദ ഹെവൻ ഇറ്റ്സെൽഫ്. മറ്റുള്ളവർ എന്ന് പറയുന്നു ഇതിൻ്റെ ബോസ് ഹിയർ മീൻസ് ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഇതിൻ്റെ ബ്രാഞ്ച് എവിടെയും ടച്ച് ചെയ്യുന്നു, ഹെവനിൽ വരെ ടച്ച് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. King Brahmadatta loved the blossom tree because to him it was a poem of life. എങ്ങനെയൊക്കെയാണെങ്കിലും കിങ് loved this tree very much. He spent a lot of time in its shade. അതിൻ്റെ തണലിൽ ഒരുപാട് സമയം അത് ചെലവാക്കും രാജാവ്. But all the time King Brahmadatta spent beneath the boughs of the tree. അതായത് കൂടുതൽ സമയം അതിൻ്റെ തണൽ തിരിക്കാനൊക്കെ രാജാവിന് ഇഷ്ടമാണ്. He never once noticed the little kusha grass that grew around the tree or little chameleons that played around. പക്ഷേ രാജാവ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആരെ മാത്രമേ ഉള്ളൂ? ബ്ലോസം ട്രീയെ മാത്രം. അതിൻ്റെ ചുറ്റും ഏത് ഗ്രാസ് ഉണ്ട്? കുശ ഗ്രാസ്. അതെന്നാ കുശ ഗ്രാസ്? ഒരു ചെടി, അതായത് ഹിന്ദുസിൻ്റെ മത ആചാരപ്രകാരം എന്നാ ദർഭപ്പുല്ലെന്നൊക്കെ പറയില്ലേ, അതാണ് കുശ ഗ്രാസ്. അതുപോലെ കെമിലിയോൺ അറിയാമല്ലോ, ഓന്ത് അല്ലേ?
അതും എന്താണ് ഇതിനോട് ചുറ്റും കളിച്ചുകൊണ്ടിരിക്കും അല്ലേ. കെംലിയോൺസും കുശാഗ്രാസും ഇതിന് ചുറ്റുമുണ്ട്. പക്ഷെ ആരും നോട്ടീസ് ചെയ്യത്തില്ല രാജാവ്. നോ, ഹി ഓൺലി ഹാഡ് ഐസ് ഫോർ ദ ബ്ലോസം ട്രീ. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും എവിടെയാണ്, ഈ ബ്ലോസം ട്രീയിൽ മാത്രമാണ്. ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ബ്ലോസം ട്രീ ന്യൂ ഓൾ അബൌട്ട് കുശാഗ്രാസ് ആൻഡ് ഇറ്റ് സ്പിരിറ്റ് ആൻഡ് ദ കെമിലിയോൺസ് അല്ലേ. പക്ഷേ ബ്ലോസം ട്രീ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആരെയൊക്കെയാണ്, തൻ്റെ അടുത്തുള്ള കുശാഗ്രാസിനെ ശ്രദ്ധിക്കും, അതുപോലെ കെമിലിയോൺസിനെയൊക്കെ ശ്രദ്ധിക്കും. ഫോർ ദേ ഹാഡ് ബീൻ ഫ്രണ്ട്സ് ഫോർ ലോങ്ങർ ദാൻ എ ടൈം. അത് കാരണം ഈ ബ്ലോസം ട്രീയുടെ ഫ്രണ്ട്സാണ് ആരൊക്കെ, കെമിലിയോണും കുശാഗ്രാസും ഒക്കെ. അതുകൊണ്ട് കുശാഗ്രാസിനെയൊക്കെ ആർക്കറിയാം, നമ്മുടെ ബ്ലോസം ട്രീക്കറിയാം. വൺ ഡേ ദ കിങ് വാസ് സീറ്റഡ് ഇൻ ഹിസ് ഗ്രേറ്റ് ത്രോൺ റൂം വിത്ത് ഹിസ് വൈഫ് ദ ക്യൂൻ sipping tea when something fell into his tea. One day what happened? He was eating the throne. Throne means സിംഹാസനത്തിലിരിക്കുക അല്ലേ അദ്ദേഹം രാജാവ്. Can you see this one picture? അദ്ദേഹം സിംഹാസനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വൈഫുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, വാട്ട് they do? They sipping tea. എന്താണ്, they drinking tea. When something fell into his tea. Then at this time what happened? Something fell into his tea. അദ്ദേഹത്തിൻ്റെ ചായക്കകത്തോട്ട് എന്തോ വീണു. Something has fallen into my tea, he said. Then what the king said? Something had fallen to my tea and it was white. What's the color of that things? White color. It floated and then another bit fell. അതായത് എന്തോ സാധനം അദ്ദേഹത്തിൻ്റെ ചായക്കകത്തോട്ട് വീണു, അതിൻ്റെ കളറ് വൈറ്റാണ്, പക്ഷെ അത് പൊങ്ങിക്കിടക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റി, then another bit fell, another piece of things also fell into his tea. The plaster was being fall from the ceiling. What was that? The plaster of Paris, that is from ceiling. സീലിങ്ങിൽ നിന്ന് എന്തോ അടർന്ന് താഴെ വീണു അല്ലേ, സീലിങ്ങിൽ നിന്ന്. a plaster he said. അപ്പം അത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം something that fall from this ceiling. Then suddenly there was a great rumble in the palace. Rumble here means great sound or heavy sound. ഭയങ്കര സൗണ്ട് രാജാവിൻ്റെ ഇതെന്നാണ്, ഏതാണ്ടൊക്കെ അടർന്ന് വീണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജകൊട്ടാരത്തിൽ ഭയങ്കര ശബ്ദം. ഇത് പാലസ് ഈസ് ഗോയിങ് ടു കൊളാപ്സ് he cried. For making its way across there was an immense crack. എന്താണ്, സംതിങ് കൊളാപ്സ് ഹിയർ മീൻസ് ഡിസ്ട്രോയ്. എന്തൊക്കെയോ, അയ്യോ രാജകൊട്ടാരം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫോർ മേക്കിംഗ് എ വേ across the ceiling was an immense crack. അപ്പം സീലിങ്ങിൽ നിന്ന് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ അടർന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എ ഗ്രേറ്റ് ചങ്ക്സ് ഓഫ് പ്ലാസ്റ്റർ വാസ് falling all across the great throne. അപ്പോൾ സിംഹാസനവും അതിന് ചുറ്റും എല്ലാം ഇങ്ങനെ സീലിങ്ങിൽ നിന്നും പ്ലാസ്റ്റർ അടർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ദ ഗ്രേറ്റ് വുഡൻ പില്ലർ which held up the entire palace and was a deep crack. അപ്പം ഈ രാജകൊട്ടാരത്തിൽ വലിയൊരു പില്ലറുണ്ട്, അതായത് നമ്മുടെ ഈ പാലസിനെ താങ്ങി നിൽക്കുന്ന വലിയൊരു തൂണുണ്ട്, അതിനും പൊട്ടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് രാജകൊട്ടാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാർപ്പൻറ്റേഴ്സ്, ബിൽഡേഴ്സ് cried quickly, come out into the parks, into the garden to find a tree to replace the pillar. Hurry, we must repair the palace. എന്താണ് the king immediately called the carpenters and builders. പെട്ടെന്ന് ആരെയൊക്കെ വിളിക്കുന്ന, കാർപ്പൻറ്റേഴ്സിനെ ബിൽഡേഴ്സിനെ. എന്തിനാണ്, ടു ഗോ ഔട്ട് ടു ദി പാർക്ക് ആൻഡ് ഫൈൻഡ് എ പില്ലർ ടു റീപ്ലേസ് ദിസ് പില്ലർ. അതായത് ഗാർഡനിലൊക്കെ പോയി എന്താണ്, വലിയൊരു തൂണിന് പറ്റിയ ഒരു തടി കണ്ടെത്തുക. ഏതിനാണ്, ഈ രാജകൊട്ടാരത്തിലെ ഈ തൂണ് പില്ലറിന് പൊട്ടലുണ്ടായി, അത് മാറ്റി വേറെ പില്ലർ സ്ഥാപിക്കണം. അതുകൊണ്ട് നിങ്ങൾ വേഗം ചെന്ന് പാലസ് ഗാർഡനിൽ ചെന്ന് വേറെ മരം വെട്ടിക്കൊണ്ടുവരിക. ഇതാണ് രാജാവ് കാർപ്പൻറ്റേഴ്സിനും ബിൽഡേഴ്സിനോടൊക്കെ ആവശ്യപ്പെട്ടത്. സോ ദ കാർപ്പൻറ്റേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് സെർച്ച് ഫ്രം പാർക്ക് ടു പാർക്ക് ടു ട്രീ ടു ട്രീ measuring, trying to find a tree great enough to replace the pillar. എന്ത് ചെയ്തു, സോ കാർപ്പൻറ്റേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് സെർച്ച് ഫ്രം ഹിയർ ആൻഡ് ദർ. അപ്പോൾ എന്ത് ചെയ്തു, അവർ അവിടെ ഇവിടെ എല്ലാം ചെന്ന് പാർക്കിലും എല്ലാം ചെന്ന് നോക്കുവാണ്. ആൻഡ് മെഷറിങ് ദ ഈച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ഓരോ മരവും അളന്ന് നോക്കണ്ടേ, ഇതിൻ്റെ അളവിനോട് അനുയോജിച്ചത് വേണം കൊണ്ടുവരാൻ. അതുകൊണ്ട് ഓരോ മരങ്ങളും ചെന്ന് അളന്നൊക്കെ നോക്കുക. കാർപ്പൻറ്റേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ദേ വാണ്ടഡ് ടു റീപ്ലേസ് ദ പില്ലർ.
But it was not long before one of the head carpenters returned to the king and his knees before him. എന്ത് ചെയ്തു? പക്ഷേ ഒരുപാട് സമയമൊന്നും തിരച്ചിൽ നടത്തേണ്ട, ഒരുപാട് സമയം അവിടെ ഇവിടെയെല്ലാം തിരച്ചിൽ നടത്തി. അവസാനം ഒരു കാർപ്പൻ്റർ വന്ന് രാജാവിൻ്റെ ആ കാൽക്കൽ വീണ് പറയുകയാണ്, എന്താണ്? യുവർ മജസ്റ്റി, ഇറ്റ് പെയിൻസ് മീ ടു റിപ്പോർട്ട് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ ട്രീ ഗ്രേറ്റ് ഇനഫ് ടു റീപ്ലേസ് ദ പില്ലർ. അപ്പോൾ എന്താണ് യുവർ മജസ്റ്റി മീൻസ്? അല്ലയോ രാജാവേ, എന്താണ്? ഒരേ ഒരു മരമേ ഈ ഗാർഡനിൽ മൊത്തം തപ്പിയിട്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് കണ്ടിട്ടുള്ളൂ. ഏതാണ്? വെൽ വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഈസ് ഇറ്റ് ആസ് ദ കിങ്. അപ്പോൾ രാജാവ് ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ്, ഏതാ? ഇറ്റ്സ് എ ബ്ലോസം ട്രീ. ഏതാണ് മരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയത്? ഇറ്റ് ഈസ് എ blossom tree as there is a carpenter. And that's about today's class. You read that part well and study it well. So you read these first 2 pages, you read it well. Okay.